ലക്ഷ്യയുടെ പണം മുടക്കിയത് ആര്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ 2 ദിവസമായി വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ലക്ഷ്യ 2026 എന്ന പേരിൽ UDF ഒരു ലീഡേഴ്സ് സമ്മിറ്റ് നടത്തുകയുണ്ടായി. വളരെ നല്ല കാര്യം. വയനാട്ടിൽ ഇപ്രകാരം ഒരു ലീഡേഴ്സ് സമ്മിറ്റ് നടത്തിയത് എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊക്കെ അവരുടെ PR ഏജൻസികൾ വളരെ കൃത്യമായി മാധ്യമങ്ങളിലൂടെ നൽകിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 10 കൊല്ലക്കാലമായി UDF ഗാലറിയിൽ ഇരിക്കുകയാണ് കളി കണ്ടുകൊണ്ട്. ആരുടെ? പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും. ഈ 10 കൊല്ലം കോൺഗ്രസിന് കരയ്ക്ക് ഇരിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടാക്കിയത് ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ഒന്ന് VD സതീശൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയുടെ ആ തുടർഭരണ സാധ്യത 2016 ഇല്ലാതാക്കിയത് പ്രധാനമായും ഇവന്മാർ രണ്ടും കൂടിയാണ്. ഒന്ന്, ഈ പാർട്ടിയിൽ മൊത്തം അഴിമതിയാണ് എന്ന തരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ പെരുമാറിയത് VD സതീശനായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ പരസ്യമായ പ്രസ്താവനകളുമായി ഇറങ്ങി ഇടതുപക്ഷത്തിന് വേണ്ടുന്ന ആയുധം കൊടുത്തു. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു. അതുപോലെ 2021 പിണറായി വിജയന് തുടർഭരണം സമ്മാനിച്ചതും ഇവർ തന്നെയാണ്. ആ പാൻഡമിക് കാലയളവിൽ പ്രളയം, നിപ്പ, ആ കെടുതികളൊക്കെ വന്നപ്പോൾ പിണറായി വിജയൻ എന്ന ആ ഒരു നേതാവിൻ്റെ ശരിക്കൊരു യൂണിറ്റി ഓഫ് കമാൻഡ് CPM-ൽ നമുക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ അപ്രകാരം ആ ഒരു മഹാമാരിയെ എഫക്റ്റീവ്ലി നേരിട്ടു എന്നൊരു ഫീല് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി. അതുപോലെ തന്നെ പിണറായി വിജയൻ എന്ന ഒരു ശക്തനായ ഭരണാധികാരിയാണ്, അയാളുടെ കീഴിൽ ഒരു തമ്മിൽ തല്ലുണ്ടാവില്ല, ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാകുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ ആ പടലപ്പിടക്കങ്ങളും കുതികാല് വെട്ടലും കൈയിട്ടുവാരലും പരസ്പരം പഴിചാരലും എല്ലാം ഇവന്മാർ തുടർന്നു. ഇവന്മാരെ ഏൽപ്പിച്ചാൽ വീണ്ടും കുളമാകുമെന്ന് കരുതി ജനങ്ങൾ പിണറായി വിജയന് ഒരു തുടർഭരണം ഒരുക്കിക്കൊടുത്തു. എന്നാൽ 2ാം പിണറായി സർക്കാർ സമാനതകളില്ലാത്ത തീവെട്ടിക്കൊള്ളയാണ് നടത്തിയത്. പഴയ താപ്പാനകളെയെല്ലാം മാറ്റി പുതിയ കാശിന് കൊള്ളാത്ത ഡമ്മികളെ ഇരുത്തി പിണറായി വിജയനും സംഘവും നടത്തിയ കൊള്ള എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറത്തേക്കാണ്. അങ്ങനെ ആൻറ്റി ഇൻക്യുംബൻസി അതിൻ്റെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയം. UDF-നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്തില്ലെങ്കിലും ഏത് കുറ്റിച്ചൂലിനെ, അത് അതിശോക്തിയല്ല, ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാൽ പോലും ഒരു 120 സീറ്റ് വരെ വാരാൻ പറ്റാവുന്ന ഒരു അവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനകത്ത് നമുക്കറിയാം, ഈ ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടറിനെ ഇതുപോലെ ശക്തമായി നിന്ന ആ പിണറായി വിരുദ്ധ വികാരം, അതിനെ സത്യം പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്തത് ഈ കോൺഗ്രസ്സുകാരന്മാരുടെ തന്നെ പിടിപ്പുകേട് കൊണ്ടാണ്. പ്രധാനമായും ഈ അസൂയമൂത്ത, അതായത് ഓരോ കാലഘട്ടത്തിലും ഈ കോൺഗ്രസിൻ്റെ ശരിക്കും ശിഥിലത്തിന് കാരണമായ ആ VD സതീശൻ എന്ന് പറയുന്ന ആ സെൽഫിഷ് ആയിട്ടുള്ള ആ ഒരു നേതാവിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഈ ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ ഡൈല്യൂട്ടായത്. അത് 4.5 മാസം മുമ്പ് നമുക്കറിയാം, രാഹുൽ മാങ്കുട്ട വിഷയത്തിൽ വന്നപ്പോൾ അതോടുകൂടിയാണ് ആ പിണറായി സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ആ ശരിക്കൊരു ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ ഡൈല്യൂട്ടാകുകയും പിന്നീട് കളി മൊത്തം നടക്കുന്നത് UDF-ന്റെ കോർട്ടിലാണ്. ഇടതുപക്ഷം കയറി തേർവാഴ്ച നടത്തുന്ന, അതിന് മേയാനുള്ള ഒരു അവസരം ഇട്ടുകൊടുത്തത് ഈ UDF നേതാവിൻ്റെ ഈ ഒറ്റ ഒരുത്തൻ്റെ പിടിപ്പുകേട്, എൻ്റെ നിലപാട്, എൻ്റെ ബോധ്യം എന്ന് പറഞ്ഞ് നിന്ന ഇവൻ്റെ ഒറ്റ പിടിവാശി കൊണ്ടും ഇവൻ്റെ കഴിവില്ലായ്മ കൊണ്ടുമാണ് ഇപ്രകാരം ഒരു അവസ്ഥ UDF-ന് കേരളത്തിലുണ്ടായത്. ഇപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ പരാതിയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക, അത് പോലീസ് അന്വേഷിക്കട്ടെ, കോടതി വിധി കൽപ്പിച്ചാൽ ആ നിമിഷം ഞങ്ങൾ നടപടിയെടുക്കും, അല്ല എങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഈ ആരോപണ വിധേയന്മാർക്കെതിരെയെല്ലാം നടപടിയെടുത്ത് അവരെ പുറത്താക്കൂ, അങ്ങനെയെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കാമെന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 4.5 മാസക്കാലം ഈ വിടുപ്പ് അലക്കൽ ഉണ്ടാകുമായിരുന്നില്ല. രാഹുൽ എന്ന് പറയുന്ന ആ യുവ നേതാവ്
പിണറായി വിജയന്റെ അടിവേരറക്കുന്ന രീതിയിൽ പൊളിച്ചടുക്കിയേനെ. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമായി മാറിയേനെയും ഇന്ന് ഈ നടന്ന ഈ സ്വർണ്ണക്കൊള്ളയും അതുപോലെ ലോക്കപ്പ് മർദ്ദനവും ഈ അഴിമതിയുമെല്ലാം ജനങ്ങളുടെ മനസ്സിൽ അത് വലിയ പ്രകമ്പനം ഉണ്ടാക്കുമായിരുന്നു ശക്തമായ പ്രതിഷേധ പരിപാടികളിലൂടെ. എന്നാൽ വരിയുടച്ച പോലെ ആക്കിയ യൂത്തന്മാർ എവിടെയാണ്? ഒരു അഡ്രസ്സ് പോലുമില്ല. കാരണം ഈ അസൂയമൂത്ത ഞാനാണ് പാർട്ടി എന്ന് വിചാരിക്കുന്ന ഈ പഴയ ആ നെട്ടൂരിലെ മണിച്ചെയിൻ തട്ടിപ്പുകാരൻ്റെ ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന, ആ പെരുന്തച്ചൻ കോംപ്ലക്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന അവൻ്റെ ആ പ്രവൃത്തി കൊണ്ടാണ് ഉളിയിട്ട് രാഹുലിനെ വീഴ്ത്തുവാൻ നോക്കിയത്. പക്ഷേ ഈ കേക്കച്ചൻ്റെ വീതുളിയിലൊന്നും രാഹുലിൻ്റെ ജീവിതം പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മൂന്നാമതും ഇത് UDF-നെ സംബന്ധിച്ചുള്ള ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. LDF-നെ സംബന്ധിച്ചുള്ളതും അവർക്ക് പ്രശ്നമല്ല. കാരണം ഇനി ഒരു 50 കൊല്ലം ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും സുഭിക്ഷമായി ജീവിക്കാനുള്ളത് വക ഈ നേതാക്കന്മാരും പാർട്ടിയും ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ എടുത്തു പറയുന്നു, പാർട്ടിയും ഉണ്ടാക്കി കഴിഞ്ഞു. നോർത്ത് നോക്കുക, ഇന്ത്യയിൽ ഇതുപോലെ ഈ CPM-നുള്ള പോലെ ഒരു ആസ്ഥാന മന്ദിരം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇന്ത്യയിലുണ്ടോ? ഉണ്ടാവാനിടയില്ല. അതുപോലെ അസറ്റ് നോക്കുക, ഇവരുടെ മാധ്യമ സ്ഥാപനങ്ങൾ നോക്കുക, അതുപോലെ തന്നെ ഇവരുടെ ചെറിയ പാർട്ടി ഓഫീസുകൾ പോലും നോക്കുക. ഓൺ ബിൽഡിങ്ങുകൾ, മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് ഓരോ പ്രദേശത്തിൻ്റെയും കണ്ണായ സ്ഥലത്ത് ഇവർ ഉണ്ടാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ അതിശയോക്തി പറയുകയല്ല, ഒരു 50 കൊല്ലം ഭരണമില്ലെങ്കിൽ പോലും ഇവർക്കൊന്നും സംഭവിക്കത്തില്ലാത്ത രീതിയിൽ പോകുവാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞു. എന്നാൽ ഓർക്കുക, ഒരു 50-ലധികം വർഷം ഈ രാജ്യം ഭരിച്ച പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇവർക്ക് കൊള്ളാവുന്ന ഒരു ആസ്ഥാന മന്ദിരമുണ്ടോ? KPCC ആസ്ഥാന മന്ദിരം നോക്കുക. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു കെട്ടിടം വേറെ ഏതെങ്കിലും ഒരു തീവട്ടി പാർട്ടിക്കുണ്ടോ? ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഇല്ലാത്തവന്മാർ, സ്വന്തം മാധ്യമ സ്ഥാപനങ്ങളെ കട്ടുമുടിപ്പിച്ച് നശിപ്പിച്ചവന്മാർ, രമേശ് ചെന്നിത്തലയും MM ഹസനും അടക്കമുള്ളവന്മാർ മത്സരിച്ച് കട്ടുമുടിപ്പിച്ച് ജയ്ഹിന്ദ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഇവന്മാരുടെ ആ പത്രവും, ആ പത്രത്തിന്റെ പേര് എനിക്ക് പോലും ഓർമ്മ വരുന്നില്ല, വീക്ഷണം, അതിൻ്റെ എഡിറ്റർമാർ പോലും അത് വായിക്കുന്നുണ്ടോ? ആകെ 10-100 കോപ്പിമാർ അടിക്കുന്നു. അങ്ങനെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചവന്മാർ, അങ്ങനെ ഇതിനെയെല്ലാം നശിപ്പിച്ച് മുണ്ടംകോലാക്കിയ ഇവന്മാർ പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ഇവർ വട്ടമേശ സമ്മേളനം കൂടി ദ്വിദിന സമ്മിറ്റ്, ലക്ഷ്യ 2026 എന്ന പേരിൽ. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതിൽ പോയ ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ഡയറക്ഷൻ കൊടുക്കുന്നത് ദേശീയ നേതൃത്വമാണ്. സംഘടനയുടെ ചുമതലയുള്ള സെക്രട്ടറി എന്ന പദത്തിൽ ഇരിക്കുന്ന KC വേണുഗോപാലിന്റെ കറക്റ്റ് നിർദ്ദേശവും ഗൈഡ് ലൈൻസും അനുസരിച്ചാണ് ഇവിടെ ചലിക്കുന്നത് എന്ന് വരുത്തുക. അത് പൊതുജനങ്ങളുടെ ഇടയിൽ ആ ഫീൽ ഉണ്ടാക്കുക, മാധ്യമങ്ങളുടെ ഇടയിൽ ആ ഫീൽ ഉണ്ടാക്കുക, വന്ന നേതാക്കന്മാരുടെ ഇടയിലും ഉണ്ടാക്കുക. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തുടക്കം മുതലേ പറയുന്നു, 100 സീറ്റ് നമുക്ക് കിട്ടും. ആ 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് അത് എൻ്റെ ലീഡർഷിപ്പിലും എൻ്റെ ടെന്യൂവറിലും എൻ്റെ നേതൃത്വത്തിലുമാണ്. അത് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. ആ 100 സീറ്റ് കിട്ടിയാൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയും എനിക്കുള്ളത് തന്നെ. അതുകൊണ്ട് ആരും മുഖ്യമന്ത്രി കസേര കൊണ്ട് മോഹിക്കേണ്ട, ഞാനാണ് ലീഡർ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുവാനുള്ള ഒരു തന്ത്രം. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയും ചിന്തിക്കുന്നത് ഇതിൽ നിന്നും മാറി നിന്നാൽ താനൊരു കസേരമോഹിയാണ്, ഇതിനകത്തൊരു ഭിന്നതയുണ്ട് എന്ന് വിചാരിക്കും. അതുകൊണ്ട് മാറി നിൽക്കുന്നതിനേക്കാൾ ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്നത് കരുതി അദ്ദേഹവുമുണ്ട്. എന്നാൽ അവസരം കിട്ടുമ്പോൾ ആ കണ്ണും ആ മുഖത്തും ശ്രദ്ധിച്ചാൽ കാണാം, ആ ഉസ്മാൻ രമേശ് എവിടെ ആപ്പ് വെക്കാൻ അവസരം കിട്ടുമെന്നാണ് പരതിക്കൊണ്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലായിക്കോണം. അതുപോലെ ഇവരുടെ ഒരു വിജയം, ഈ സമ്മിറ്റിന്റെ മറ്റൊരു വിജയം എന്ന് നമുക്ക് അവകാശപ്പെടാവുന്നത് ശശി തരൂരിനെയും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റി എന്നാണ്. മൊത്തത്തിൽ ഇടഞ്ഞു നിന്ന ശശി തരൂരിനെ, ഇവന്മാരുടെ എല്ലാം പൊതുശത്രുവാണ് ശശി തരൂർ. കാരണം ഒരു പൊട്ടൻഷ്യൽ
ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തു ചാടിക്കുവാൻ വേണ്ടിയാണ് കാലാകാലങ്ങളായി ഇവന്മാരെല്ലാം ചേർന്ന് മത്സരിക്കുന്നത്. അതിൽ ഇറിറ്റേഷൻ ഉള്ള അദ്ദേഹം പലപ്പോഴെങ്കിലും മോദി സ്തുതിയുമായി അതല്ലെങ്കിൽ ഒരു BJP പാളയത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചു എന്നതും സത്യമാണ്. അങ്ങനെ ചെയ്താൽ പോലും അദ്ദേഹം അത് മനസ്സോടെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്നാൽ ശശി തരൂരും ഈ 2 ദിവസം വയനാട്ടിൽ ഈ തേളിൻ്റെയും അണലിയുടെയും കൂടെയൊക്കെ സഹവസിച്ചു എന്നത് ഇതിനകത്ത് എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, 10 കൊല്ലമായി ഭരണമില്ലാതെ ഭരണപക്ഷത്തിരിക്കുന്നു, കഞ്ഞിപ്പശ മേടിക്കാൻ പോലും കാശില്ലാതെ ദാരിദ്ര്യത്തിൽ നടക്കുന്ന ഒരു പ്രസ്ഥാനം, മൊത്തത്തിൽ ദാരിദ്ര്യത്തിലാന്ന് പറയുന്നു. ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാം, മൊത്തത്തിൽ ദാരിദ്ര്യം പിടിച്ച് നടക്കുന്നവന്മാർ, ഇവർക്ക് എവിടുന്നാണ് ഇത്രയും പണം? വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇതുപോലൊരു ലാർജ് സ്കെയിൽ പരിപാടി ഏതായാലും ഇവന്മാർ കയ്യിൽ നിന്നും പണമിട്ട് ഒരു ചായ പോലും മേടിച്ച് കുടിക്കാത്തവന്മാരാണെന്ന് നമുക്കറിയാം. ഒരു ദിവസം 6 ലക്ഷം രൂപയാണ് ആ വെന്യൂവിൻ്റെ, ആ ഹാളിൻ്റെ തന്നെ, കൺവെൻഷൻ സെൻ്ററിൻ്റെ തന്നെ വാടക എന്ന് പറയുന്നത്. ഇത് വയനാട് സുൽത്താൻ ബത്തേരിയിലെ സപ്താർ റിസോർട്ട് ആൻഡ് സ്പാ, വയനാട് സുൽത്താൻ ബത്തേരിയിലെ സപ്താർ റിസോർട്ട് ആൻഡ് സ്പാ, ഇവരുടെ കൺവെൻഷൻ സെൻ്ററിലും അവിടെ ആ റിസോർട്ടിലുമാണ് ഈ 2 ദിവസ പരിപാടി നടന്നത്. നമുക്കറിയാം, കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും പണം മേടിച്ചവന്മാരാണ്. ഇവരുടെ എല്ലാം പേര് അയാളുടെ ഡയറിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ VD സതീശൻ പറഞ്ഞിരുന്നു, ഞങ്ങളുടെയൊക്കെ പറമ്പിലെ തേങ്ങ വിട്ട പൈസ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതുപോലെ കിട്ടുന്നിടത്ത് നിന്നെല്ലാം പുനർജനി പദ്ധതി നമുക്കറിയാമല്ലോ, വിദേശത്ത് പോയി കോടികൾ പിരിച്ചുകൊണ്ട് കട്ടുകൊണ്ട് വന്നവൻ, പക്ഷേ ഒരു 5 പൈസ ഒരു ചായ പോലും ആർക്കും മേടിച്ചു കൊടുക്കത്തില്ല എന്ന് നമുക്കറിയാം. എന്നാൽ സ്വന്തം PR-ന് വേണ്ടി ഇത്രയും പണം ചെലവാക്കുന്ന ഇന്ത്യയിൽ വേറൊരു നേതാവ് കാണത്തില്ല. അങ്ങനെ ഈ സപ്താർ റിസോർട്ട് ആൻഡ് സ്പായിൽ 2 ദിവസം നിൽക്കുന്ന ഈ അത്യാഡംബര ഹോട്ടലിൽ ഇവർ സമ്മേളിച്ചു. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ട ശേഷം ആദ്യം KC വേണുഗോപാലിന്റെ ഒരു കമന്റ് കേൾക്കാം. അപ്രകാരം ദാരിദ്ര്യമുള്ളവരാണ് ഇപ്രകാരം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ എന്തിന് ഒരു പ്ലാനിംഗ് മീറ്റിംഗിന് വേണ്ടി കൂടിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ദൃശ്യങ്ങളൊന്ന് കാണുക. ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യില് PR ഒന്നും ഇല്ലല്ലോ, കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. ഞങ്ങൾ ഈ എണ്ണിച്ചുട്ടുപാപ്പം പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്, പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടു കൂടി. അതുകൊണ്ട് എല്ലാവരും തേങ്ങ ചിരകും, ഞങ്ങൾ ചിരട്ടേക്കും ചിരകി ജീവിക്കട്ടെ എന്റെ സുഹൃത്ത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് ഈ നാടിനും പാർട്ടിക്കും അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനം നടത്തിയതിന്റെ പരിണിത ഫലമാണ്. ആ പ്രവർത്തകരെയെല്ലാം അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ സല്യൂട്ട് ചെയ്യാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ജനങ്ങളും, അവരില്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റില്ല, ജനങ്ങൾ നൽകിയ പിന്തുണ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ജയിക്കില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് പോലും നിങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനം നൽകിയൊരു പിന്തുണയുണ്ട്. ആരാണ് ഇവർക്ക് വേണ്ടി ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയത്? ചുമ്മാതൊന്നും മുടക്കില്ലല്ലോ. കൃത്യമായും അടുത്ത ഭരണം വരുന്നത് ഇവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു വലിയ സ്പോൺസർ തന്നെയാണ് ഇവർക്ക് വേണ്ടി ഈ പണം മുടക്കിയിരിക്കുന്നത്. ഇപ്രകാരം ഒരു ദ്വിദിന സമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കൃത്യമായ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക. അതെന്താണ്? കോൺഗ്രസിനിടയിൽ യാതൊരു അധികാര തർക്കവുമില്ല, മുഖ്യമന്ത്രി കസേര സംബന്ധിച്ച് ഈ നേതാക്കന്മാർ തമ്മിൽ യാതൊരു അടിപിടിയുമില്ല,
നേതാക്കന്മാരെല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്, ഈ ഒത്തൊരുമയോടെ അവർ വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടും എന്ന ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇപ്രകാരം ഒരു സമ്മിറ്റ് നടത്തിയത്. ഈ ഫോട്ടോയിൽ അതെല്ലാം ഉണ്ട്. കൃത്യമായി പ്ലാൻ ചെയ്ത് ഇവരെ ഒരുമിച്ച് നിർത്തി PR ഏജൻസി എടുത്ത ആ ഫോട്ടോ ഒന്ന് കാണാം. ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയാണ്, ഈ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും അവിടെ 2 ദിവസത്തെ ആ സമ്മിറ്റ് നടന്നത്. ഈ ഒരു ഫോട്ടോ, ഈ ഒരു നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഒന്നിച്ചു കൂടിയത്. എന്നാൽ ഈ ഫോട്ടോയായിരുന്നു ഇവരുടെ PR ഏജൻസി തൊട്ടടുത്ത ദിവസം എല്ലാ മാധ്യമങ്ങളിലും 1-ാം പേജിൽ വരുവാനായിട്ട് പ്ലാൻ ചെയ്തത്. എന്നാൽ ഇവിടെയും മറ്റൊരു ലക്ഷ്യവുമായി പോയ കേക്കച്ചൻ മറ്റൊരു പണി കാണിച്ചു. ഇയാളുടെ PR സംഘം ചെയ്തത് ഏറ്റവും സർക്കുലേഷനുള്ള, ഇവിടുത്തെ ഏറ്റവും പ്രചാരമുള്ള പത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ വേഷം കെട്ടിയ ആൾ ഈ കേക്കച്ചനെ അനുഗ്രഹിക്കുന്ന ഫോട്ടോയാണ് ഏറ്റവും പ്രചാരമുള്ള പത്രത്തിൻ്റെ 1-ാം പേജിൽ വന്നത്. അതാണ് കേക്കച്ചൻ്റെ ഈ എന്താ പറയുന്നത്, PR-നകത്തെ വേറൊരു PR പണി. കേക്കച്ചൻ്റെ വലിയ കോടികൾ PR ഫണ്ട് മേടിക്കുന്ന ആ മാധ്യമം കേക്കച്ചന് അനുകൂലമായിട്ടാണ് പല വാർത്തകളും ചെയ്യുന്നത് നമുക്കറിയാം. 1-ാം പേജിൽ മഹാത്മാഗാന്ധി കേക്കച്ചനെ അനുഗ്രഹിക്കുന്ന ആ ഫോട്ടോ ആണ് അന്ന് ഇവരുടെ സമ്മിറ്റ് ലക്ഷ്യ 2026 എന്ന സമ്മിറ്റിൻ്റെ വാർത്തയുടെ തലക്കെട്ടായി 1-ാം പേജിൽ വന്നത്. അതൊരു സന്ദേശം, അതല്ലെങ്കിൽ അത് കേക്കച്ചന് വേണ്ടി ഒരു നറേറ്റീവ് ഈ പത്രം സെറ്റ് ചെയ്യുകയായിരുന്നു. ഇത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകില്ല. അവരോർക്കുന്നത് ഇയാളുടെ പോപ്പുലാരിറ്റി കൊണ്ട് ഇയാളാണ് അടുത്ത ആള് എന്ന ഒരു മാനസികാവസ്ഥ, ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്രകാരമെല്ലാം ചെയ്തത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഓരോരുത്തരും അവിടുത്തെ ആ ദൃശ്യങ്ങൾ വെച്ച് അവരവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ അവരുടേതായ പ്രൊമോഷൻസ് ഒക്കെ നടത്തുന്നു, നല്ല കാര്യം. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത് ഇത്രയും അനുകൂല സാഹചര്യമുള്ള സമയത്ത് ഇവരുടെ കനകുലു, അതായത് ഇവരുടെ കൺസൾട്ടന്റ് എന്ന് പറയുന്ന ആൾ അവിടെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവരുടെ അഭിപ്രായത്തിൽ ഇവർ എടുത്തിരിക്കുന്നത്, എല്ലാവരും അവർ കൺസൈൻസിൽ എത്തിയിരിക്കുന്നത് 85 സീറ്റുകൾ ഉറപ്പാണ് എന്നാണ്. എന്തുകൊണ്ട് 85 സീറ്റ്? കേരളത്തിലുള്ള ഏതൊരു കൊച്ചുകുട്ടിയോടും ചോദിച്ചാൽ പറയും, നിലവിലെ സാഹചര്യത്തിൽ ഈ പിണറായിയോടുള്ള വെറുപ്പ് കൊണ്ട് ഒരു 115 മുതൽ 120 സീറ്റ് വരെ ഉറപ്പായും ഇവന്മാർ തമ്മിൽ കടിപിടി കൂട്ടിയില്ലെങ്കിൽ കിട്ടും. എന്തുകൊണ്ട് 85 സീറ്റ്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് രാഹുലിനോട് ഇവന്മാർക്ക് എത്രയേറെ വെറുപ്പുണ്ട്, രാഹുലിനെ ഇവന്മാർ എത്രയോളം പേടിക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണത്. കാരണം ഇവർക്കറിയാം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പിണറായിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ശബരിമല കൊള്ള, അതുപോലെ കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടർമാരെല്ലാം ഒരു UDF പക്ഷത്തേക്ക് നിൽക്കുകയാണ്. അങ്ങനെ അവർ കൃത്യമായി പിണറായിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. എന്നാൽ ഇനിയും അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, രാഹുലിനെ വേട്ടയാടി, ഉമ്മൻചാണ്ടിയെ സരിതയെ വെച്ച് വേട്ടയാടിയതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും അയാളെ വേട്ടയാടിയതിൻ്റെ പിന്നിൽ പിണറായി വിജയനാണെന്ന് ജനങ്ങൾ ധരിച്ചു. അതുകൊണ്ട് ആ സകല ദേഷ്യവും അത് ഇടതുപക്ഷത്തിനുണ്ടായി, അവർക്ക് വലിയ ഡാമേജ് ഉണ്ടായി. എന്നാൽ ഈ 3 മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ മനസ്സിലാക്കും, രാഹുലിനെ വേട്ടയാടിയത് പിണറായി വിജയൻ മാത്രമല്ല, ഇതിന് ആസൂത്രണം ചെയ്തത്, ഇതിനുള്ള ആളെ ഇറക്കിയത്, സകല ചരടും വലിച്ചത്, ഇതെല്ലാം പൊളിഞ്ഞ് പാളീസായി എന്ന് മനസ്സിലാക്കിയിട്ടും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, തൻ്റെ ആ കടുംപിടുത്തത്തിൽ നിന്നും മാറാതെ ഈ പാർട്ടിയുടെ ഭാവിയെ നോക്കാതെ ഒരു മികച്ച ഒരു യുവ നേതാവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച, ആ പദവിക്ക് വേണ്ടി ഇത്രയും കുശാഗ്ര ബുദ്ധിയോടെ പ്രവർത്തിച്ച ആ VD സതീശൻ്റെയും ടീമിൻ്റെയും പരാജയം ഉറപ്പാക്കുവാൻ ഇവിടുത്തെ ജനങ്ങൾ ഒന്നിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് അതവർ പ്രതീക്ഷിക്കുന്നു. അപ്രകാരം ഒരു ഡാമേജ് വന്നാൽ പോലും ഒരു 80-85 സീറ്റ് കിട്ടും എന്ന് ഇവർ കണക്കാക്കുന്നു. ഇവർ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ സംഭവിച്ചാലും ഞങ്ങൾക്ക് ഭരിച്ചാൽ മതി, വമ്പിച്ച ഭൂരിപക്ഷമൊന്നും വേണ്ട,
ഒരു 70-75 സീറ്റ് കിട്ടിയാലും ഞങ്ങൾ ഹാപ്പി. ഒരു 75 സീറ്റ് കിട്ടിയാൽ മതി, ഭരിക്കാനൊരു അവസരം കിട്ടിയാൽ മതി, ഒരു കേവല ഭൂരിപക്ഷം കിട്ടിയാൽ മതി. പക്ഷേ ഒരു 115-120 സീറ്റ് ലഭിക്കുന്ന ഒരു അവസരം ഞങ്ങൾക്ക് വേണ്ട. അപ്രകാരമുണ്ടായാൽ ഈ യുവനേതാക്കന്മാരെ, പ്രത്യേകിച്ച് രാഹുലിനെ പോലെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവന്മാർക്ക് ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിയാണ് ഇപ്രകാരം ഒരു തന്ത്രത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ മണ്ടന്മാർ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പി ആർ ഏജൻസിയെ ഇവരോടൊപ്പം ഇരുത്തി മാധ്യമങ്ങളിലെല്ലാം പ്രദർശിപ്പിക്കുകയും കനകോലുവാണ് ഇതെല്ലാം അവതരിപ്പിക്കുന്നത്, ചർച്ച എന്ന് പറയുമ്പോൾ ഈ കിഴങ്ങന്മാരുടെ ആവശ്യം എന്താണ്? ഇവരുടെ കഴിവില്ലായ്മയല്ലേ അത് ജനങ്ങളെ വിളിച്ച് കാണിക്കുന്നത്? സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പി ആർ ആക്ടിവിറ്റികളോ അല്ലെ കൺസൾട്ടൻസി വർക്കോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ വളരെ കാൻഡിഡായിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. അവരുടെ പ്രൊഫൈലോ അത് ആരാണ് ചെയ്തതെന്നോ എല്ലാം വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതിപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരന് പോലും അറിയാം, ഇതാ ഡെമ്മികളെ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഡെമ്മി ഇരിക്കുന്നു, അതുപോലെ യാതൊരു ബോധവും ഇല്ലാത്തവന്മാരാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതോ അണ്ണാച്ചിയെ കൊണ്ടുവന്ന് അവനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നൊരു ബോധം ജനങ്ങൾക്കുണ്ടാകുന്നു. കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുവാൻ, മണ്ടന്മാരാക്കുവാൻ, പരസ്യ ക്യാമ്പയിനുകൾ ചെയ്യാൻ ഏതോ അണ്ണാച്ചിയെ കൊണ്ടുവന്ന് ഇവന്മാർ കാശ് കൊടുത്ത് ചെയ്യിക്കുന്ന ഒരു പ്രസ്ഥാനം, ഇതിൻ്റെ ആവശ്യം കോൺഗ്രസിനുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കും. ഇത്രയും കാലം ഈ പ്രസ്ഥാനം ഇവിടെ വിജയിച്ചു വന്നത്, ഭരണം പിടിച്ചത് ഈ അണ്ണാച്ചി കൺസൾട്ടൻസികളെ കൊണ്ടാണോ? അല്ല, ഇവിടുത്തെ സാധാരണ പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ടാണ്. അവരെയൊക്കെ നള്ളിഫൈ ചെയ്തുകൊണ്ട് അവരെയൊക്കെ ഒന്നുമല്ലാതാക്കി ഇനി അണ്ണാച്ചിയുടെ വാർ റൂം തുറക്കുമെന്നാണ് പറയുന്നത്. ഏത് അവസാനവട്ട ക്യാപ്സൂൾ ഇറക്കുവാൻ വേണ്ടി. പക്ഷേ ഇത് കേരളമാണ്, ഇത് ബോധമുള്ളവരുടെ നാടാണ്. ഇത് ഇവന്മാർക്ക് വേണേൽ കൺസൾട്ടൻസി ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കും, എങ്ങനെ PR പണി ചെയ്യുമെന്ന് ഇവന്മാർക്ക് വേണേൽ ട്യൂഷൻ കൊടുക്കാൻ കെൽപ്പുള്ളവരാണ് ഇവിടെയുള്ള ഓരോ സാധാരണ ജനങ്ങളുമെന്ന് ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല. മികച്ച ഒരു സാധ്യത കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, ഇതുപോലൊരു സാധ്യത കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ആ മികച്ച അവസരമാണ് ഇവർ ഒരു യുവനേതാവിനെ ഇതുപോലെ തേജോവധം ചെയ്ത് 4.5 മാസക്കാലം പിണറായി വിജയനോടുള്ള ആ ആന്റി ഇൻക്യുംബൻസി ഫാക്ടർ ഡൈലൂട്ട് ചെയ്യുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത് ഈ പാർട്ടിയെ തന്നെ നശിപ്പിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവന്മാർ എന്ത് സ്ട്രാറ്റജി ഉണ്ടാക്കിയാലും, എന്ത് കേരള വികസന യാത്ര നടത്തിയാലും, എന്ത് പ്രക്ഷോഭങ്ങൾ നടത്തിയാലും അതിൻ്റെ എല്ലാം പിന്നിലുള്ള വളരെ സ്വാർത്ഥ ലക്ഷ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. രാഹുലിനെ ഒറ്റപ്പെടുത്തി, രാഹുലിനെ വേട്ടയാടി ഇവന്മാർ മിടുക്കന്മാരാകാമെന്ന് വിചാരിച്ചാൽ കേരളത്തിലെ ജനങ്ങളെ നിങ്ങളതിന് കൃത്യമായ മറുപടി കൊടുക്കണം ഈ ചൂണ്ടുവിരൽ കൊണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ മിഷൻ 250 ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 83ാം ദിനമാണ്. ഇനി ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് വന്ന പ്രതികരണങ്ങളാണ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോഴും രാഹുലിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന് നീതി കിട്ടുവാൻ വേണ്ടി അവർ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. പേരെന്തുവാ? എന്റെ പേര് ത്രസ്യാമ. എവിടുന്നാ വിളിക്കുന്നേ? തൊടുപുഴേന്ന്. പറഞ്ഞു. നല്ലൊരു ചെറുപ്പക്കാരനല്ലേ, അങ്ങനെയുള്ളവർ വേണം. ഉമ്മൻചാണ്ടിയുടെ മകന് രാഹുൽ മാങ്കൂട്ടം, ഷാബി പറമ്പൻ, അങ്ങനെയുള്ള ആൾക്കാർ കയറണം. ഈ VD സതീശനൊന്നും കയറ്റി ഇരുത്തിരുന്നു മുന്നിൽ നിൽക്കുവാണ് മുറുത്തണ. എന്നാന്ന് വെച്ചാൽ അവന്റെ ആ സസ്പെൻഷൻ പിൻവലിച്ച് മത്സരിക്കാനുള്ള അവസരം കൂടെ കൊടുക്ക്. കേക്കച്ചൻ നിലപാടാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കേക്കച്ചൻ എന്നാത്ര അവന്റെ ഒക്കെ ഇന്ന് തെറ്റുകളും കുറ്റങ്ങളൊന്നും ഇല്ലേ? രാഹുല് യുവമാർ നിർത്തിയിലെ സ്വതന്ത്രനായിട്ട് നിന്നാലും ജയിക്കത്തില്ലേ? ജയിക്കും, ഉറപ്പ്. എനിക്ക് 65 വയസ്സുള്ള അമ്മച്ചിയാ. തൊടുപുഴയെന്നാ വിളിക്കുന്നത്. ഞാനിപ്പോ അതെല്ലാം കേൾക്കും, എല്ലാ ദിവസവും കേൾക്കും അത്. രാഹുല് സ്വതന്ത്രനായിട്ട് നിന്നാലും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി രാഹുൽ ജയിക്കും. കാരണം അവന്റെ സംസാരം, അവന്റെ ഇടപെടലും എല്ലാം നല്ല വെരി വെരി ഗുഡ്. പറവൂരിൽ നിന്ന് കേക്കച്ചനെ ജയിപ്പിക്കണോ ഇത്തവണ ജനങ്ങൾ? വേണ്ട, അവനൊക്കെ പോട്ടെ. അവന് രമേശ് ചെന്നിത്തല, കേക്കച്ചൻ, വയസ്സായവരെല്ലാം പോട്ടെ. യുവതലമുറ കയറും. എനിക്ക് പെൻഷനൊക്കെയുള്ള യുവതലമുറ കയറി വന്നാലേ ഇനിയൊരു ഭരണം കിട്ടുള്ളൂ. അതുപോലെ തന്നെ പിണറായി സർക്കാർ കയറിയ നമ്മുടെ ഇന്ത്യൻ കേരളം നശിപ്പിക്കുവാൻ. ഇനി എല്ലാ ദിവസവും വെട്ടും കുത്തും കൊലയും കൊള്ളിവെപ്പും നടക്കും.
ആ കമ്മ്യൂണിസ്റ്റ് ഇനി കയറരുത്. 2 പ്രാവശ്യം ഭരിച്ചില്ലേ, 10 കൊല്ലം ഭരിച്ചില്ലേ പിണറായി സർക്കാർ, ഇനി ഭരിക്കണ്ട. ആ ഇടുക്കിയിലെ ഒരു ഡിമാൻഡ് ഒരു എലിക്കുട്ടിയോ മറിയക്കുട്ടി ചേച്ചി ഉണ്ടല്ലോ, പൂറ തെറി പറയും. ഞാൻ പിന്നെ തെറിയൊന്നും പറയല്ലോ കേട്ടോ. പാലായിൽ രാത്രി പെരുന്നാളാ, ഞാൻ പാലായിൽ ഒരു വീട്ടിൽ വന്ന അന്നേരം അവിടെ നിന്ന് ഈ നമ്പർ കണ്ടുപോയി. ഞാൻ എല്ലാ ദിവസവും ഇത് കേൾക്കും, മീഡിയാസ് കേൾക്കും. എന്നിട്ട് ഫോൺ നമ്പർ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ വിളിച്ചതാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.